ഒരുപാടായല്ലോ. ഓക്കെ. ഇന്ത്യയിലെ ജനസംഖ്യാ വിസ്ഫോടനം എത്രമാത്രം ഇന്ത്യയെ പിന്നോക്കം വലിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഇന്ത്യയെ പിന്നോക്കം വലിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജനസംഖ്യാ വിസ്ഫോടനം. ഇന്ന് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ചൈനയൊക്കെ നമ്മൾ പിന്തള്ളിയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോഴും ചിന്തിക്കുന്ന കാര്യം, ചൈന ഇന്ത്യയുടെ 3 ഇരട്ടിയുണ്ട്. ചൈനയിൽ 150 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയുടെ കണക്കനുസരിച്ച് അവിടെ 450 കോടി ആയാലും കുഴപ്പമില്ല. ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ 2.5 ഇരട്ടി വലിപ്പമുള്ളതാണ് ഓസ്ട്രേലിയ. അവിടെ കഷ്ടിച്ച് 3 കോടിയിൽ താഴെ ആളുകളേ ഉള്ളൂ. കേരളത്തേക്കാൾ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇവൻ പ്രബലമായിട്ടുള്ള അമേരിക്ക പോലെയുള്ള രാജ്യം ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുണ്ട്. 33 കോടി ജനങ്ങളേ ഉള്ളൂ അവിടെ. റഷ്യയിലൊക്കെ ജനസംഖ്യ കുറവാണ്, 11 കോടി 11 ഇരട്ടി ഉണ്ടെങ്കിലും 10-14 കോടി മാക്സിമം അത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ കണക്ക് ജനസംഖ്യയുള്ള രാജ്യമില്ല. നമ്മളൊരു വലിയൊരു ഉപ്പിയാക്കമായിട്ട് കടലിൽ നീന്താൻ ചാടുന്നത് പോലെയാണ്. ജനസംഖ്യ നിയന്ത്രിച്ചേ പറ്റൂ. അത് കേൾക്കുമ്പോൾ അത്ര ആകർഷകമല്ല. അവിടെയാണ് ഇവിടെ 4ാമത്തെ കുട്ടിക്ക് 10,000 രൂപ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞ് ടീമുകൾ വരുന്ന കാലമാണ്. അത് ജനസംഖ്യ എങ്ങനെയാണോ ഒരു ഫാമിലി മെമ്പേഴ്സ് കൂടുകയും ഇൻകം സ്റ്റാഗ്നേറ്റഡ് ആകുകയും ചെയ്യുമ്പോൾ ഒരു ഫാമിലി എങ്ങനെയാണോ മുടങ്ങുന്നത്, അതുപോലെ തന്നെയാണ് ഒരു രാഷ്ട്രം മുടങ്ങുന്നത്. വലിയ ജനസംഖ്യയാണ്. വലിയ ജനസംഖ്യയായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യം, വിജയിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾ. പക്ഷെ അവിടെയും ഒരു 18 കോടി അത്രയൊക്കെ ഉള്ളൂ ജനങ്ങൾ. അവർക്ക് വേറെ പല രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റും ഉണ്ട്. നല്ല ജനസംഖ്യയുള്ള രാജ്യമാണ് ജപ്പാൻ, ചെറിയ രാജ്യമാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നൊരു 140 കോടി ജനങ്ങളുണ്ടാവും. അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. ജനസംഖ്യ കുറച്ചുകൊണ്ട് വരണം, എല്ലാവരും കുറച്ചുകൊണ്ട് വരണം. ഏതെങ്കിലും ഒരു ജനത മാത്രം, ഏതെങ്കിലും ഒരു മതക്കാർ മാത്രം ജനസംഖ്യ കുറയുകയാണെന്ന് കാണുകയും മറ്റുള്ളവർ കൂടുകയാണെന്ന് കാണുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് തകിടം മറിയും. കാര്യം ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടും. ഇവൻ ജനസംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ നമ്മളും കൂട്ടണം. ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരും. ഇത് ഭയങ്കര അവയർനെസ് നടത്തേണ്ടുന്ന ഒരു ഏരിയയാണ്. ഇതൊക്കെ അനാകർഷകമായ ഏരിയ എന്ന് പറഞ്ഞ ആളുകൾ വിട്ടുകളയുക. ലോകബാങ്കിനെതിരെ സമരം ചെയ്യുന്നതോളം തന്നെ പ്രധാനമാണ് ഈ രാജ്യത്തെ ജനസംഖ്യ കുറയ്ക്കുക, പിടിച്ചു നിർത്തുക എന്നുള്ളത്. ഒരു കുട്ടി എന്ന് പറയുന്നത് നമുക്ക് അവൻ എന്തുമാത്രം അവകാശങ്ങളും അധികാരങ്ങളും കൊടുക്കണമെന്നറിയാം. ഫ്രീ ആയിട്ട് കൊടുക്കണം. ഒരു കരുതൽ ആവശ്യമാണ്. സംസ്കാരങ്ങൾ മുമ്പേ കാടുകൾക്ക് ശേഷം മരുഭൂമികൾ വിശദീകരിക്കാമോ? മുമ്പേ കാടുകൾ. ശബ്ദമലിനീകരണത്തിനെതിരെ യുക്തിവാദികൾ പ്രതികരിക്കുന്നില്ല. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കോടതിയെ മാനിക്കുന്നില്ല. സംസ്കാരങ്ങൾക്ക് മുമ്പേ കാടുകൾ, ശേഷം മരുഭൂമികൾ വിശദീകരിക്കാം. കാടുകളിൽ നിന്നാണ് സംസ്കാരം ഉണ്ടായെന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ഓക്കെ. നമ്മളൊരു ഗുഹാമനുഷ്യനായിരുന്നു. പിന്നീട് നമ്മൾ തുടങ്ങുന്ന അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അഗ്രികൾച്ചർ നമ്മൾ തുടങ്ങാൻ പ്രധാന കാരണം ഈ പുല്ല്, സെല്ലുലോസ് എന്ന് പറയുന്ന സാധനം ദഹിപ്പിക്കാനുള്ള ശേഷി നമുക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ പുല്ല് തിന്ന് നമ്മൾ ജീവിക്കുമായിരുന്നു. കമ്പ്, ചെറിയ ചെറിയ കൊളിയൊക്കെ തിന്ന്. സെല്ലുലോസ് ദഹിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പഴങ്ങൾ, പിന്നെ റൂട്ട്സ്, അങ്ങനെയൊക്കെയുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ കുറച്ചുകൂടെ ലളിതമായ തന്മാത്രകൾ മാത്രമേ നമുക്ക് വിഘടിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കൃഷിയിലേക്ക് തിരിയുന്നത്. കൃഷി തിരിയുമ്പോൾ കൃഷി ഉടനെ സാധനം ഉണ്ടാകത്തില്ല. അവിടെ ഇറക്കിയതിന് ശേഷം കാത്തു നിൽക്കണം. കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിടത്ത് തങ്ങാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ വിശ്രമമേളയിൽ സാഹിത്യം, കല, പാട്ട് തുടങ്ങുന്നു. പിന്നെ നിങ്ങൾ കൂട്ടങ്ങളുണ്ടാകുന്നു. ഒരുമിച്ച് താമസിക്കുമ്പോൾ നിയമങ്ങളുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ എല്ലാം തന്നെ നമ്മളുടെ ഒരു എൻസൈം, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. ഏതാണ്? സെല്ലുലോസ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എൻസൈം ഇല്ലാതെ പോയതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ സിവിലൈസേഷൻ മുഴുവൻ തുടങ്ങിയത്. ആ ഒരു സാധനം ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും പുല്ലും പറിച്ച് ഈ ഒരു പ്രശ്നമില്ലാതെ, മൈക്കുമില്ല, ഒരു പ്രശ്നമില്ലാതെ. ഇനി ശബ്ദമലിനീകരണത്തിനെതിരെ യുക്തിവാദികൾ സമരം ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ സുമനൻ എന്ന് പറയുന്നൊരു യുക്തിവാദി ആലപ്പുഴയുണ്ട്. പുള്ളി എന്തൊക്കെ ഉത്തരവുകൾ ആവശ്യമുണ്ടോ അതെല്ലാം സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ് കോടതിയിൽ പോയി. ഉത്തരവുകൾ ഇല്ലാത്തതല്ല പ്രശ്നം, ഉത്തരവുകൾ നടപ്പിലാക്കാത്തതാണ് പ്രശ്നം. നിങ്ങളിന്ന് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കാണുന്ന ഈ ബോക്സിനുള്ളിലെ ഡൈനാമിറ്റ് ഉണ്ടല്ലോ, അതൊന്നും ഉപയോഗിക്കാൻ അവർക്ക് അവകാശമുള്ളതല്ല. 10 മണി കഴിഞ്ഞുള്ള ഉപയോഗം, അവരുപയോഗിക്കുന്ന ശബ്ദം, ഇതെല്ലാം തന്നെ കോടതി കൃത്യമായിട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അത് നടപ്പിൽ വരുത്താനായിട്ട് പോലീസും മറ്റ് ആൾക്കാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യുക്തിവാദികൾ അക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കോടതിയെ മാനിക്കുക. ഇന്ത്യയിലെ ജനസംഖ്യ. ഭരണഘടന പൂർണ്ണമാണോ? ഏക സിവിൽ കോഡ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വീകാര്യമാണോ? ഭരണഘടന ഒരിക്കലും പൂർണ്ണമല്ല. ഭരണഘടനയിൽ പല വൈവിധ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഏക സിവിൽ കോഡ് യഥാർത്ഥത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ എന്നാണ് അതിന് പറയുക. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക സിവിൽ കോഡ് യഥാർത്ഥത്തിൽ എന്നേ നടപ്പിലാക്കേണ്ട സമയമായി. ഒരു രാജ്യം ഒരു ജനത എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വരികയാണെങ്കിൽ പലരും പറയുന്നത് പോലെ ഇന്നാരും അതിനെ അനുകൂലിക്കാനില്ലല്ലോ. നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തും, എല്ലാം ഒരേപോലെയാക്കും. മുസ്ലിങ്ങളെ അടക്കുന്നതുമാണ്, ഹിന്ദുക്കളെ അടക്കേണ്ടി വരും. മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുന്നതാണ്, ഹിന്ദുക്കൾ കഴിക്കേണ്ടി വരും. എല്ലാവർക്കും ഒരു നിയമം, അത് ശരിയല്ല. ബഹുസ്വരത വേണം, പ്ലൂറാലിറ്റി വേണം എന്നൊക്കെയാണ് എതിരെ പറയുന്നത്. ഇതെല്ലാം തട്ടിപ്പാണ്. കാരണം ഏകീകൃത സിവിൽ കോഡ് നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒരേപോലെ ആക്കണമെന്ന് പറയുന്ന ഒരു സംഭവമല്ല. നിങ്ങൾക്ക് എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ ശവം അടക്കണം, എങ്ങനെ കുട്ടിയെ കുളിപ്പിക്കണം, എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ വായിക്കണം, എന്തൊക്കെ വിശ്വസിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും ഏകീകൃത സിവിൽ കോഡ് യാതൊരു രീതിയിലുള്ള ഇടപെടലും നടത്തുന്നില്ല. ഇങ്ങനെ നടത്തുന്നു വരുത്തി തീർക്കണം. ബഹുസ്വരതയ്ക്കോ ഡൈവേഴ്സിറ്റിക്കോ എതിരെയായിട്ട് ഏകീകൃത സിവിൽ കോഡിലൊന്നുമില്ല. ആകെ പറയുന്നത് ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനുമുള്ള അവകാശാധികാരങ്ങൾ തുല്യമായിരിക്കണം എന്നാണ്. അവൻ ഏത് ജാതിയോ മതമോ ആയിക്കോട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ പഠിക്കുന്നു, ഒന്നൊരു ഗീതയും മറ്റൊന്നൊരു ആമിനിയും. രണ്ടുപേരും അച്ഛൻ്റെ ഒരു മകളാണെന്നിരിക്കട്ടെ, രണ്ടുപേരുടെ അച്ഛൻ മരിക്കുന്നു. ഗീതയ്ക്ക് അച്ഛൻ്റെ മുഴുവൻ സ്വത്തും കിട്ടുന്നു, ആമിനിക്ക് സ്വന്തം അച്ഛൻ്റെ പകുതി സ്വത്തേ കിട്ടുന്നു. ഇത് വളരെ നഗ്നമായ നീതി തന്നെയാണ്. അവർ പരസ്പരം നോക്കുകയെ, എൻ്റെ അച്ഛൻ മരിച്ചു, അച്ഛന് വേറെ മക്കളില്ല, എനിക്ക് മൊത്തം സ്വത്ത് കിട്ടി. നിൻ്റെ അച്ഛൻ മരിച്ചു, നിൻ്റെ അച്ഛനും വേറെ മക്കളില്ല, പക്ഷേ നിനക്ക് പകുതി സ്വത്തേ കിട്ടുന്നുള്ളൂ. ഇത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന 2 മനുഷ്യരാണ്. അതുപോലെ തന്നെ വിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഒരു പുരുഷൻ എന്ന് പറയുന്നത് എൻ്റെ വിറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ 2 സ്ത്രീകൾ ആവശ്യമാണ്. സ്ത്രീകളെ എടുക്കാറില്ല ശരീഅത്ത് പ്രകാരം. എടുത്തു കഴിഞ്ഞാൽ 2 സ്ത്രീകൾ വേണം. അത് റേപ്പിൻ്റെ കാര്യത്തിൽ 4 പുരുഷന്മാരാണ് വിറ്റ്നസ് വേണ്ടത്. 4 പുരുഷന്മാരല്ലെന്നുണ്ടെങ്കിൽ 8 സ്ത്രീകൾ. 8 സ്ത്രീകൾ ഒരു റേപ്പ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചിന്തിച്ചു, എന്നിട്ട് ഒന്ന് സാക്ഷി പറയുന്നത്. ഇങ്ങനെ പ്രകടമായിട്ടുള്ള ഒരുപാട് അനീതികളുണ്ട്. നമ്മൾ സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ജാതി മതസ്ഥരുടെയും എല്ലാ വിഭാഗങ്ങളുടെയും നല്ല നിയമങ്ങളെല്ലാം നമുക്ക് എടുക്കാമല്ലോ. മനുഷ്യന് വേണ്ടുന്ന, അവൻ്റെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ആഘോഷിക്കുന്ന എല്ലാ നിയമങ്ങളും എടുക്കാം. അല്ലാതെ ഏതെങ്കിലും മതത്തിൻ്റെ നിയമം എടുക്കണം, മോഡി കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കൊണ്ടുവരുന്നുണ്ടെന്നില്ല. ഇത് മനുഷ്യന് വേണ്ട ഒരു സാധനമാണ്, ഭരണഘടനയിൽ പറയുന്ന സാധനമാണ്. കഴിഞ്ഞ 70 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് നടപ്പിലാക്കാൻ കഴിയാത്തതെന്ന് പറയുന്നത് ജനാധിപത്യ സമൂഹത്തിൻ്റെ വലിയൊരു ദൗർബല്യമാണ്. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ അതിന് അനുകൂലമായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് EMSനൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അപഹാസ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പരസ്യമായിട്ട്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി അത് പറയുന്നില്ല. EMS പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം മതപരമായി ധ്രുവീകരിക്കപ്പെട്ടിരിക്കും നമ്മുടെ സമൂഹം. ഏകീകൃത സിവിൽ കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജനാധിപത്യത്തെ സമ്പൂർണ്ണമാക്കാനുള്ള ഇന്നത്തെ വരും തലമുറകൾ നെഞ്ചേക്കാൻ സാധ്യതയുള്ള നിർദ്ദേശം തരാമോ? ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ ഇന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ സാധനം. ഈ ടോളറൻസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിങ്ങൾ എല്ലാവരെയും ഒന്ന് സ്നേഹിക്കുകയോ എല്ലാവരെയും കയറി സഹായിക്കുകയോ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. Can you tolerate the other person? Believe that he has got equal status as a citizen. നിയമപരമായും ജനാധിപത്യപരമായും തുല്യ അവകാശമുള്ള ഒരു അവകാശാധികാരമുള്ള ഒരു പൗരനാണ്. അത് ആണോ പെണ്ണോ അച്ഛനോ മകളോ എല്ലാം ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ മകളെ, നിങ്ങളുടെ മകനെ, നിങ്ങളുടെ അച്ഛനെ, നിങ്ങളുടെ സഹോദരനെ, നിങ്ങളുടെ സുഹൃത്തിനെ ഒരു തുല്യ പദവിയുള്ള ഒരു സമത്വബോധത്തോടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ജനാധിപത്യം ഓക്കെ. ഈ ഒരു സമത്വബോധമാണ് നമുക്കില്ലാത്ത കാര്യം. സമത്വബോധമുള്ള ഒരു സമൂഹം ആയിരുന്നില്ല ഇത്. ആളുകളെ ഗ്രേഡഡ് ആയിട്ട് കാണുക, ആളുകൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഈ നമ്മളെപ്പോഴും ഈ ആനയൊന്നുമില്ല നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ. ആനകളില്ല എന്ന് മനസ്സിലാക്കുക. ആരും വരുമ്പോൾ ഭയപ്പെട്ട് ഓടുകയോ എഴുന്നേറ്റ് ഓടുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാവരെയും മാനിക്കണം. ഒരു ബെഗ്ഗർക്ക് കൊടുക്കുന്ന ബഹുമാനത്തിലും സ്നേഹത്തിലും ആദരവിലും വേറെ ഒരു ഓഫീസർ വരുമ്പോൾ ഓഫീസറേയും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ചില ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുമായിരിക്കും, അതൊരു റിച്വലായിട്ടുള്ള കാര്യമായിരിക്കും. മറിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ബെഗ്ഗറായാലും ഒരു ഓഫീസറായാലും ഒരു മന്ത്രിയായാലും എല്ലാവരും ഒരേ കണക്ക് കാണേണ്ട കാര്യമുള്ളൂ. ആ സമത്വബോധം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ജനാധിപത്യം ശരിയാവും. അങ്ങനെ ഒരു സമത്വബോധം നമുക്കില്ല. നമുക്ക് എപ്പോഴും ഹയറാർക്കിക്കലായിട്ടുള്ള ആൾ, വലിയ ആൾ, ചെറിയ ആൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനം.
ഇന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് ഉന്നയിക്കുന്ന ഒരാൾക്ക് സീറ്റ് വലിച്ചിട്ട് കൊടുക്കുന്ന ഒരു ഔദാര്യമാണെന്ന് ചിന്തിക്കുന്ന പോലീസുകാരാണ്. അവർ കരുതുന്ന അവരെന്തോ ഔദാര്യം, ഞാൻ വളരെ സിവിലൈസ്ഡ് ആണ്, ഞാനൊരു സീറ്റ് കൊടുക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ സീറ്റ് കൊടുക്കാതിരിക്കലാണ് കുറ്റം. സീറ്റ് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു മാർക്കും തരാനില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് വേണോ? എങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അത് വേണം. പോലീസ് ഭാഷ, എന്തുകൊണ്ട് ഈ പോലീസ് ഭാഷ തെറ്റാണെന്ന് നമ്മൾ പറയുന്നത്? നിങ്ങളൊരു പോലീസുകാരനല്ലാതിരിക്കെ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുമ്പോൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഭാഷ, അതല്ലേ പോലീസ് ഭാഷ? കായും പൂവും ഒക്കെ ചേർത്തുള്ള നിങ്ങൾക്കെതിരെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? പോലീസുകാരുടെ പെരുമാറ്റം മോശമാണെന്ന് പറയാൻ കാര്യം എന്താണ്? ഒരു റിട്ടയർഡ് പോലീസുകാരൻ എപ്പോഴും എന്താണ്, അവനൊന്ന് ആലോചിച്ച് നോക്ക്, തന്നോട് എങ്ങനെയായിരിക്കണം മറ്റുള്ളവർ പെരുമാറുന്നതെന്ന് ആഗ്രഹിക്കും. നിങ്ങളൊരു പോലീസുകാരനല്ല, അപ്പോൾ എങ്ങനെയായിരിക്കണം എന്നോട് പെരുമാറേണ്ടത്? അത് ചിന്തിച്ചാൽ മതി പോലീസിൻ്റെ സ്വഭാവം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേച്ചർ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു നിർദ്ദേശം പറയാൻ പറഞ്ഞ ആ നിർദ്ദേശം തന്നെയാണ് പറഞ്ഞത്, ഹൗ ടോളറൻസ്, സഹിക്കാൻ, വിശുദ്ധമായ